ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കണ്ടുമടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നിക്കണെന്നല്ലേ. പക്ഷേ ഈ ജീൻസിന്റെ ലെങ്ത് കുറയ്ക്കുന്ന ഇത് പല പല വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിലും അത് എല്ലാം നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പം പോസിബിൾ ആണോ, ബുദ്ധിമുട്ടുണ്ടോ, ഏതാണ് എളുപ്പം, ഇതൊന്നും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാനത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് എനിക്ക് ഈസി ആയിട്ടുള്ള. അപ്പം അതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഏതായാലും എനിക്ക് ഒരു ജീൻസ് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ ജീൻസിൻ്റെത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാലോ ഏതാണ് നല്ല മെത്തേഡ് എന്നുള്ളത്. അപ്പം ഞാനിതാ ഈ ജീൻസിൻ്റെ ആദ്യത്തെ ഒരു മെത്തേഡ് ഞാനും യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാനതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയണത് ഏതാണ് എളുപ്പം, എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ഞാൻ ചെയ്തു നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഒന്ന് മനസ്സിലാവുമല്ലോ ഏതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യത്തെ മെത്തേഡിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ആദ്യം ആ കരഭാഗം വെട്ടിയെടുത്ത്, അതായത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കി ലെങ്ത് കുറയ്ക്കാനുള്ള ഭാഗം കൂടി കട്ട് ചെയ്തു. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവും. ഞാൻ പറയേണ്ട സ്ഥലങ്ങൾ എത്തുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കും ഞാനിത് എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ ചെയ്യാം. വീഡിയോ കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടു. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ ഈ ഹൈറ്റുള്ള സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഒരു കട്ടിയാണല്ലോ, ആ കട്ടിയുള്ള ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത രണ്ട് ഭാഗങ്ങളും പിടിക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു ബുദ്ധിമുട്ട് തോന്നി. അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പോലെ കണ്ടോ. അപ്പൊ താഴത്തെ തുണി ഉള്ളിലേക്ക് നീങ്ങിപ്പോവും. അപ്പൊ അങ്ങനെ ഒരു അൺഈവൺ ഇങ്ങനെ കിടക്കും. അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള മാതിരി തോന്നി. എന്നാലും സ്റ്റിച്ച് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ ഇടാം, ജസ്റ്റ് അങ്ങനെ സ്റ്റിച്ച് മാത്രം ചെയ്തിട്ടിട്ടാ. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം കണ്ടോ, നമ്മൾ ആ ഉള്ളിലത്തെ ഭാഗം ഇങ്ങനെ നമ്മൾ പാന്റ് ഇടുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ വരും, പിന്നെ ഒന്നും ചെയ്യാഞ്ഞാല്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്ന് തുന്നി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിന് ഞാനൊന്ന് സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് ഓവർലോക്ക് ചെയ്യാണ്. ആ ആ നൂലുകളൊക്കെ ഇങ്ങനെ തള്ളി പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓവർലോക്ക് ചെയ്ത ശേഷം നമുക്ക് ബാക്കി ഒന്ന് നൂല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. അതായത് ഈ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ അവസാനം ഇങ്ങനെ വലിക്കുക. അപ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ വിചാരിക്കും ഒറ്റയടിക്ക് അങ്ങ് ചെയിൻ സ്റ്റിച്ച് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് വലിക്കുന്നു, ഇതങ്ങ് ഫുള്ള് റെഡി ആവുന്നു എന്നാണ്. കാണുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ലാസ്റ്റ് എത്തിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ നൂല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിങ്ങനെ കുത്തി വലിക്കുമ്പം ഈ തുണിക്ക് ഒരു ഡാമേജും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് അത്ര വരുന്നില്ലായിരുന്നു. കുറച്ച് ടഫാണ് കാര്യം. പിന്നെ പുറത്തോട്ട് സ്റ്റിച്ചായിട്ട് കാണൂല, ചെറിയ ചെറിയ ഡോട്ടായിട്ടേ കാണുള്ളെങ്കിലും നല്ല പാടാക്കണ്ടോ. ഞാനതാണ് വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പറയുമ്പം ഈ ത്രെഡ് നല്ല ആങ്കർ ത്രെഡ് ഒരു 3-4 നൂല് കൂടിയിട്ടുള്ള കട്ടിയുള്ള ത്രെഡാണ്. എന്നിട്ട് പോലും കുറച്ചിങ്ങനെ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായി. ഇടയ്ക്ക് വെച്ച് പൊട്ടുകയും ചെയ്ത നൂല് പൊട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് പാടായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അതിങ്ങോട്ടേക്ക് വലിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും നല്ല എളുപ്പമാണെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് പാടാണ്. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ചൊരു ചുളുക്ക് പോലെ അതിനൊരു ഡാമേജ് പോലെയാണ് വരുന്നത്. അങ്ങനെ ഒരു മെത്തേഡ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ അടുത്ത മെത്തേഡാണ് ചെയ്യുന്നത്.
അടുത്ത മെത്തേഡിൽ ഞാനത് കട്ട് ചെയ്യാതെ, ഇപ്പൊ കട്ട് ചെയ്തിട്ടാണല്ലോ കാണിച്ചത്, അപ്പൊ കട്ട് ചെയ്യാതെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എത്രയാണോ കട്ട് ചെയ്യാനുള്ളത്, ഇപ്പൊ 2 ഇഞ്ച് നീളം കുറയ്ക്കാനാണെങ്കിൽ നമ്മളിത് 1 ഇഞ്ച് രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കണം. ആ കരഭാഗം കൂട്ടാതെ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ പിന്ന് കുത്തി വെച്ചിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും 1 ഇഞ്ച് തന്നെയല്ലേ ഒന്ന് മെഷർ ചെയ്യാം. പിന്നെ ആ കട്ടിയുള്ള ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങരുത്. കാരണം അവിടെ ഇങ്ങനെ ചാടിപ്പോവും. ഇങ്ങനെ പ്രഷർ ഫുട്ട് ഇങ്ങനെ ഹൈറ്റിൽ വെക്കുമ്പം കുറച്ച് പാടാവും സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് സാവധാനം ഇങ്ങനെ അടിച്ചു തുടങ്ങാം. അപ്പം നമ്മൾ ആ പുറത്തോട്ടുള്ള ഭാഗം, കട്ട് ചെയ്യാനുള്ള ഭാഗം ഇപ്പോഴേ അന്ന് കട്ട് ചെയ്യാത്തത് കൊണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് ലെങ്ത്ത് കുറയ്ക്കുന്നത് കറക്റ്റാണോ, അന്ന് നീളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഈ ഒരു കാര്യത്തിന്. കാരണം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാതായി പോവും. അഥവാ ജീൻസ് കൂടുതൽ കട്ട് ചെയ്ത് പോയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സുഖമായിട്ട് അടിക്കാം. അപ്പോൾ അത് ഏകദേശം ഞാൻ അടിച്ച് തീർന്നിട്ടുണ്ട്. നല്ല അരിക് ചേർത്ത് അടിച്ചാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് നല്ല ഭാഗത്ത് കൂടെ ആ ഹൈറ്റുള്ള ഭാഗത്തുനിന്ന് ഒന്ന് താഴേക്ക് പിടിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ആ അരികത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ സെയിം കളർ നൂല് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല വൃത്തി ഉണ്ടാവുക. അങ്ങനെ ഒരു സ്റ്റിച്ച് അവിടെ ഉള്ളതായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഏത് കളറാണോ പാൻറ് എടുക്കുന്നത് ആ കളറിലത്തെ നൂല് തന്നെ വേണം എടുക്കാൻ. അപ്പോൾ നല്ല പതുക്കെ നല്ല ശ്രദ്ധിച്ച് നല്ല അരികെ ചേർത്ത് അങ്ങ് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഏകദേശം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സ്റ്റിച്ച് അവിടെ ഉള്ളതായിട്ട് അറിയയില്ല. പ്രത്യേകിച്ച് നമ്മൾ കാലിലിടുന്നതല്ലേ, കാലിലേക്ക് അത്ര ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ഉള്ളിത്തെ ഭാഗമാണെങ്കിലും കണ്ടോ, പുറത്തോട്ട് തള്ളി വരാതെ അങ്ങനെ അവിടെ തന്നെ അമർന്നു നിന്നോളും. സ്റ്റിച്ചൊന്നും ചെയ്യാതെ വെച്ച ജീൻസിനാവട്ടെ അങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല. കണ്ടോ, അത് നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഓക്കെ ആണെങ്കിലും നമുക്ക് ഇടുമ്പോഴും ഊരുമ്പോഴും ഒക്കെ ഇതിന്റെ ഷൂവിന്റെ മുകളിലൊക്കെ കൊളുത്തി വലിക്കും അങ്ങനെ. പിന്നെ എന്താ മറ്റേ തുന്നിയ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ആ തുന്നിയ ഭാഗത്താണെങ്കിൽ പുറത്തോട്ട് ആ ഒരു തുണി ഡാമേജ് ആവണ പോലെയും പിന്നെ തുന്നി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബുദ്ധിമുട്ടും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പൊ നമുക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് കൈകൊണ്ട് തുന്നുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ അതിന് നമുക്ക് എത്രയാണോ നീളം കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ആ അളവിൽ മടക്കി നമ്മൾ പിന്നി വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് വെച്ചാൽ നമുക്ക് തുന്നാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 3-4 ഇഴ നൂല് വരുന്ന രീതിയിൽ സൂചിയിൽ നൂല് കോർക്കുക. എന്നിട്ട് ഇതേപോലെ നോക്കി നോക്കി ആ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ, അപ്പോൾ ഒരു പിന്നോണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങനെ നിന്നോളൂ. പിന്നെ കുത്തിയിട്ടില്ലെങ്കിലും അതേപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്താലും നമുക്കിങ്ങനെ തുന്നി തുന്നി പോകുമ്പോൾ കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെ തുന്നൽ നല്ല അടുപ്പിച്ചടുപ്പിച്ചുള്ള നമ്മളെ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് മതി. ആ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തുന്നി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ആ ഉള്ളിൽ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും ആദ്യം ജീൻസിന് ചെയ്ത പോലെ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗം അങ്ങനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ ആ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുമ്പം സത്യത്തിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ സാധാരണ നൂല് വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പാടായിരുന്നു. അപ്പൊ ഞാന് നമ്മളെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെമ്മിങ് ചെയ്യൂലേ, അതേപോലെ ചെയ്ത്. അപ്പൊ അത് ചെയ്തപ്പോഴാണ് നല്ലത്. അപ്പൊ അത് തന്നെ നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞു ഡോട്ട് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് ഹെമ്മിങ് ചെയ്യണം. അപ്പൊ നല്ലതായിട്ട് വരും. വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് തുന്നൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് ഞാനൊരു പഴയ പാൻറ് ആയതുകൊണ്ട് കുറച്ച് കെയർലെസ് ആയി തുന്നിയപ്പോഴാണ് ചിലതൊക്കെ ഇങ്ങനെ വലിയ സ്റ്റിച്ച് വന്നത്. നിങ്ങൾ ചെയ്യുമ്പം അതൊന്ന് ശ്രദ്ധിച്ച് നല്ലപോലെ ചെയ്താൽ ഇത് അടിപൊളി മെത്തേഡാണ്. മെഷീൻ ഇല്ലാത്തവർക്ക് ചെയ്യാനായിട്ട് ഇത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് മെഷീനിൽ പുറത്തും സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ്. അതിന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആകെ ശ്രദ്ധിക്കേണ്ടത് പാൻറിന്റെ സെയിം കളർ നൂലെടുക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ആ സ്റ്റിച്ച് പുറത്തുള്ളത് അങ്ങനെ കാണൂല. ഇതൊന്നും കണ്ടോ, ഒട്ടും അറിയുന്ന പോലും ഇല്ല അങ്ങനെ ഒരു സ്റ്റിച്ച് അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പം അതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.